ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു ക്വിക്ക് ബ്രേക്സ് ബൈ ശീതൽ. ഫിഷ് കറിയുടെ അടുത്ത് രുചി വരുന്ന ഒരു സ്പെഷ്യൽ വെജിറ്റേറിയൻ കറി ഉണ്ടാക്കിയാലോ? ഇപ്പോൾ നൊയമ്പ് കാലമാണല്ലോ. അപ്പോൾ നൊയമ്പ് കാലത്തും അതല്ല ഫിഷ് ഒന്നും കിട്ടാത്ത ടൈമിലൊക്കെ ഉപകരിക്കുന്ന നമ്മുടെ ഫിഷ് കറി പോലെയുള്ള ഒരു വെജ് കറിയാണ് ഇന്ന്. അതിനായിട്ട് ആദ്യം പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കൂടി വേണം കേട്ടോ. ഞാനിവിടെ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. ഇത്രയും പൊടികളൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടികൾ ഒട്ടും കരിഞ്ഞു പോകരുതേ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അരമുറി തേങ്ങ കൂടി ആഡ് ചെയ്തെടുക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണേ. പക്ഷേ അത് വറക്കൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ നിറം മാറി തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾക്കത് ഓഫ് ചെയ്യാം. അത് തണുത്തതിന് ശേഷം നല്ല മഷി പോലെ അരക്കാനുള്ളതാണേ. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ പച്ചക്കറികൾ വേവിക്കാം. മുരിങ്ങാക്കോലും പിന്നെ ഇത്തിരി കോവയ്ക്കയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് സോട്ട് ചെയ്ത് അതൊന്ന് ആവുമ്പോഴേക്കും ഒരിത്തിരി സവാള അരിഞ്ഞതും കൂടി ഇട്ട് ഒരിത്തിരി ഉപ്പുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഞങ്ങളുടെ മുരിങ്ങാക്കോലും പിന്നെ ഒരിത്തിരി കോവയ്ക്കയും കൂടി ആഡ് ചെയ്ത് ആദ്യം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ മറന്നുപോയല്ലോ. അപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. വെള്ളമൊക്കെ ഒന്ന് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോഴേക്കും നമുക്ക് പുളിയോടെ ആഡ് ചെയ്യാം. പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഇത്തിരി സമയം ഒന്ന് തിളക്കാൻ വിട്ടിട്ട് പിന്നെ ഞങ്ങൾക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അതിനായിട്ട് നമ്മളൊരു ഇത്തിരി കറിവേപ്പിലൂടെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പച്ചക്കറികളുടെ വേവൊക്കെ ഒന്ന് തുറന്ന് നോക്കണേ. അതിൻ്റെ വേവ് പാകമായാലും ഇതിന് നല്ലൊരു രുചി വരുള്ളൂ. ഇപ്പം ഇതാ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എന്താ, ഒന്ന് താളിച്ചൊഴിക്കണം. അത്രയേ ഉള്ളൂ ബാക്കി. ആൻഡ് യെസ്, അവർ ഡിഷ് ഈസ് റെഡി. അപ്പോൾ എങ്ങനെയാണ്, ട്രൈ ചെയ്ത് നോക്കല്ലേ?